2023 ഒക്ടോബർ 7 ഇസ്രായേലിൽ ഹമാസ് നടത്തിയ ഭീകരാക്രമണത്തിൽ പങ്കെടുത്ത ഭീകരവാദി ഉൾപ്പെടെ ഗാസയിൽ 6 ഭീകരരെ വധിച്ച് ഇസ്രായേൽ സൈന്യം. ഇസ്രായേൽ സൈന്യത്തിന് നേരെ ഡ്രോൺ ആക്രമണം നടത്തുകയായിരുന്ന ഭീകരർക്ക് നേരെയായിരുന്നു ഇസ്രായേൽ സൈനിക നടപടിയുണ്ടായത്. കൊല്ലപ്പെട്ട ഭീകരരുടെ വിശദാംശങ്ങൾ ഇസ്രായേൽ സേന പുറത്തുവിട്ടു. 2023 ഒക്ടോബർ 7 ഇസ്രായേലിനെ ആക്രമിച്ച ഹമാസ് ഭീകരൻ മുസ്തഫ മുഹമ്മദ് ഷബാൻ ഹമദ്, ഹമാസിന്റെ എഞ്ചിനീയറിംഗ് സേനയിലെ അംഗമായ മഹ്മൂദ് യഹ്യ റഷ്ദി അസ്സരാജ്, ഫോട്ടോഗ്രാഫറായി പ്രവർത്തിക്കുന്ന ഹമാസ് ഭീകരൻ ബിലാൽ മഹ്മൂദ് ഫുവാദ് അബു മത്തർ, ഹമാസിന്റെ സെയ്റ്റോൺ ബറ്റാലിയൻ അംഗമായ മഹ്മൂദ് ഇമാദ് ഹസൻ ഇസ്ലിം, ഹമാസുമായുള്ള ഇസ്രായേലിന്റെ സമീപകാല ബന്ദി വെടിനിർത്തൽ കരാറിൽ ഇസ്രായേൽ ജയിലിൽ നിന്നും മോചിതനായ പാലസ്തീനിയൻ ഇസ്ലാമിക് ജിഹാദ് പ്രവർത്തകൻ സുഹൈബ് ബാസിം ഖാലിദ് നജർ, ഹമാസ് പ്രവർത്തകനായ മുഹമ്മദ് ആല സുഹ്ബി അൽ ജഫീർ എന്നിവരാണ് ഇസ്രായേൽ സേനയുടെ സൈനിക നടപടിയിൽ കൊല്ലപ്പെട്ടത്. ഗാസയിലെ ബെയ്ത്ത് ലാഹിയിലായിരുന്നു സംഭവം അരങ്ങേറിയത്. ഗാസയിൽ ഇസ്രായേൽ സൈനികർക്ക് നേരെ ഡ്രോൺ ഉപയോഗിച്ച് ആക്രമണം നടത്താൻ പദ്ധതിയിട്ടവരെ ലക്ഷ്യമിട്ടായിരുന്നു ഇസ്രായേൽ സൈന്യം ആക്രമണം നടത്തിയത്. ഗാസയിലെ ഭീകരപ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള രഹസ്യാന്വേഷണ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നടത്തിയ ഓപ്പറേഷനിൽ ഹമാസിനെ കൂടാതെ പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദ് സംഘടനയുൾപ്പെടെ ഉപയോഗിച്ച ഡ്രോണുകൾ കണ്ടെത്തിയതായും IDF വൃത്തങ്ങൾ വ്യക്തമാക്കി. മാധ്യമപ്രവർത്തകരുടെ മറവിൽ പ്രവർത്തിച്ചിരുന്ന ഭീകരരാണ് കൊല്ലപ്പെട്ടതെന്നും സൈന്യം വ്യക്തമാക്കുന്നു. അതേസമയം ഇസ്രായേൽ സൈനിക നടപടിയിൽ 9 പേർ കൊല്ലപ്പെട്ടതായി പാലസ്തീൻ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.